ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ഇപ്പോൾ സംഭവിക്കുന്ന ഒറ്റപ്പെടൽ ദൈവപ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടലുകൾ ഒന്നിൻ്റെയും അവസാനമല്ല. നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ, ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിയോഗങ്ങളുടെ ദൗത്യങ്ങളുടെ ആരംഭത്തിനായിട്ടാണ് ചില പ്രതികൂലങ്ങൾ, ചില ഏകാന്തതകൾ, ചില ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഭക്തനായ മോശയുടെ ഒറ്റപ്പെടൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് കാരണമായതുപോലെ, ഭക്തനായ ഏലിയാവിൻ്റെ ഒറ്റപ്പെടൽ വിധവയുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ കാരണമായതുപോലെ, കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവ ഒരു വഴിയായതുപോലെ, പത്മോസിൻ്റെ ഏകാന്തത യോഹന്നാന് വെളിപ്പാട് കൈമാറിയതുപോലെ, ഇന്ന് വചനം ശ്രവിക്കുന്ന താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, ഏകാന്തത നാളത്തെ ദൈവപ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായിട്ടാണ്. വെറും കളിമൺ പാത്രമായ താങ്കളെ മൂല്യമുള്ള പാത്രങ്ങളാക്കുവാൻ താങ്കൾ കടന്നുപോയ എല്ലായിടത്തും കുശവൻ്റെ കരമുണ്ടായിരുന്നു. താങ്കളുടെ ജീവിതത്തിൽ കുഴയുന്ന അവസ്ഥയിലും കറങ്ങുന്ന അവസ്ഥയിലും, കുശവൻ്റെ ഹിതപ്രകാരം താങ്കളെ മെനയുന്ന അവസ്ഥയിലും, താങ്കളെ ഉറപ്പുള്ളവനാക്കുന്ന തീച്ചൂളയിലും എല്ലാം കുശവൻ്റെ കരമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത, തീച്ചൂള, സകല സമയത്തും സകല പ്രശ്നങ്ങളുടെ നടുവിലും നമ്മെ താങ്ങി നടത്തിയത് ദൈവത്തിൻ്റെ കരമാണ്. നമ്മുടെ കൂടെയുള്ളത് ദൈവത്തിൻ്റെ കരമാണ്. ആകയാൽ നാം എന്തിനു ഭാരപ്പെടണം? യോർദാൻ്റെ ആഴത്തിലേക്ക് പോയ കോടാലി ഇനി ഒരിക്കലും ഉയരില്ലെന്ന് മറ്റുള്ളവർ വാദിക്കുമ്പോൾ, ഉയരുവാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നപ്പോൾ, പ്രവാചക ശിഷ്യൻ്റെ നിലവിളിക്ക് മുൻപിൽ എലീശ ഒരു കമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ നഷ്ടപ്പെട്ട കോടാലി ഉയർന്നു വന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയില്ലെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, ഉയർച്ചയ്ക്ക് ഇനി ഒരു സാധ്യതയില്ലെന്ന് കാണുമ്പോഴും വിശ്വാസത്തിൻ്റെ വചനം അയക്കുവാൻ തയ്യാറായാൽ, ദൈവം അയക്കുന്ന വചനം കാര്യം സാധിപ്പിച്ച് മടങ്ങി വരത്തുള്ളൂ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഭാരപ്പെടേണ്ട. നമ്മെ മാനിക്കുന്ന സമയമുണ്ട്. നമ്മിൽ നിന്ന് അധിക ഫലം കായ്ക്കുവാൻ വേണ്ടി ഒരു തോട്ടക്കാരൻ ചെടി ചെത്തി വെടിപ്പാക്കുന്ന സമയം നമുക്കുണ്ട്. തോട്ടക്കാരൻ ചെടി വെട്ടി നിരപ്പാക്കുമ്പോൾ, ചെത്തിക്കളയുമ്പോൾ തോട്ടക്കാരനോട് ദേഷ്യം തോന്നാറുണ്ട്. എന്നാൽ മനോഹരമായ പൂക്കളുമായി ചെടി നിൽക്കുമ്പോഴാണ് അതിൻ്റെ സുഗന്ധം പുറത്തു വരുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇന്നലകളിലെ ചെത്തി വെടിപ്പാക്കലിൻ്റെ സമയം, അന്ന് അനുഭവിച്ച വേദനകൾ അത് തിന്മയ്ക്കായല്ല, അധിക ഫലത്തിനു വേണ്ടിയായിരുന്നുവെന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നുവെന്ന്. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടത് ചെത്തി വെടിപ്പാക്കുന്നുവെന്ന്. നമ്മുടെ ശൂന്യതകളെ മറ്റാരും തിരിച്ചറിഞ്ഞില്ല എങ്കിലും, അറിയുന്ന ദൈവം തക്ക സമയത്ത് നമ്മുടെ അരികിൽ ചില കരുതലുകൾ വെളിപ്പെടുത്തുവാനിടയാകും. ഏതു പ്രതികൂലമാകുന്ന മേഖലകളിലും ഭക്തനായ ഏലിയാവിനെ ക്ഷേമമായി ദൈവം പോറ്റി. സരാഭാത്തിലെ വിധവയുടെ ശൂന്യതയെ തിരിച്ചറിഞ്ഞ ഏലിയാവിലൂടെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തിയെങ്കിൽ, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവരെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തെ അറിയാൻ ചില അവസരങ്ങൾ ജീവിതത്തിൽ നൽകാറുണ്ട്. അവ ഏറ്റെടുത്താൽ പിന്നത്തേതിൽ കരയേണ്ടി വരത്തില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന്. വിളിച്ചു പറയണം, വിശ്വാസത്തോടെ പറയണം, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയെ നൽകുന്ന എൻ്റെ യേശു എൻ്റെ നല്ല ഇടയനാണെന്ന്. എൻ്റെ യേശു നല്ല ഇടയനായി കൂടെയുള്ളതിനാൽ ദൈവിക പദ്ധതിയിലേക്ക് എന്നെ നടത്തും. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കും. വചനം ശ്രവിക്കുന്ന താങ്കളുടെ തകർച്ച കാണുവാൻ മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ, മറ്റുള്ളവർ കാണുകയും താങ്കളെ ഒരു അത്ഭുത വിഷയമാക്കി സ്വർഗം ഉയർത്തുവാനിടയാകും. താങ്കൾ തകരുന്ന സമയത്തും താങ്കളെ തളർപ്പിക്കുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഇനി താങ്കൾ തകരില്ല. താങ്കളെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ പറഞ്ഞെടുത്ത് താങ്കളെ എത്തിക്കും, അത്ഭുത വിഷയമാക്കി മാറ്റും. 84-ാം സങ്കീർത്തന പുസ്തകം 11-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു,
യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നാളും നന്മയ്ക്കും മുടക്കുകയില്ല എന്ന്. ആകയാൽ കർത്താവിൽ ആശ്രയിക്കാം. ഇപ്പോൾ സംഭവിക്കുന്ന ഒറ്റപ്പെടൽ ദൈവപ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനാണെന്ന് തിരിച്ചറിയാൻ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.